നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊന്നിയം നായനാർ റോഡിൽ വീടിന് തീപിടിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം. ഭൂഗർഭ ജലനിരപ്പ് അനുദിനം താണുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ കർശന നടപടികൾ വേണമെന്ന ആവശ്യം. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി വിളവെടുത്തു. ജില്ലയിലെ 54 പഞ്ചായത്തുകളിലേക്കായി 5 സർക്കാർ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച 1,84,615 ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. പൊന്നിയം നായനാർ റോഡിൽ വീടിന് തീപിടിച്ചു. ചൊവ്വാഴ്ച രാത്രി 8:30 പൊന്നമ്പത്ത് തറവാട് വീടിന്റെ മുകൾ നിലയിൽ ആണ് തീപിടുത്തമുണ്ടായത്. മുറിയിലുണ്ടായിരുന്ന കട്ടിൽ, അലമാര, AC ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 8:30 സംഭവം. മുറിയിലുണ്ടായിരുന്ന കട്ടിൽ, അലമാര, AC ഉൾപ്പെടെ മുഴുവൻ ഉപകരണങ്ങളും കത്തി. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ താഴെ ഹാളിൽ TV കാണുകയായിരുന്നു. ഈ സമയം പ്ലാസ്റ്റിക് കത്തി ഉരുകിയ മണം അനുഭവപ്പെട്ടു. തുടർന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു. വീടിന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് മുകളിൽ നിന്നും തീയാളുന്നതും പുകയും ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാരി അനശ്വര പറയുന്നു. ബഹളം വെച്ചതോടെ പരിസരവാസികൾ ഓടിയെത്തി. ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി. ഫയർഫോഴ്സിലും വിവരം നൽകി. നാട്ടുകാരും പിന്നീടെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ഓടിട്ട പഴയ തറവാട് വീടിന്റെ മുകളിൽ ഏതാനും വർഷം മുൻപ് ചേർത്തെടുത്ത കിടപ്പുമുറിയാണ് കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാവാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. കുറുമാത്തൂർ അതിരിയാടിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതി കഴിഞ്ഞ 2-3 വർഷക്കാലമായി നമ്മൾ നടപ്പിലാക്കി വരികയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും നമുക്കറിയാം, ഈ ഓണം എല്ലാം ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നാടിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് 2 തരത്തിലുള്ള ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടി കഴിയും. ഒന്ന്, നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാടിനകത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും, അതോടൊപ്പം നമ്മൾ മറ്റ് സംസ്ഥാനത്തിന് നമ്മൾ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത് നമ്മുടെ നാടിനകത്തുള്ള ആളുകൾക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ വർഷം നമ്മൾ ചെണ്ടുമല്ലിയും അതുപോലെ വാടാർമല്ലിയും 2 തരത്തിലുള്ള കൃഷിയാണ് ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത്. മഴയെല്ലാം രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ചില പ്രയാസങ്ങളെല്ലാം കൃഷിക്കാർ അനുഭവിക്കുന്നുണ്ടെങ്കിലും വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ വിവിധ വനിതാ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി, വാടാമല്ലി തൈകൾ വിതരണം ചെയ്യുകയും കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായം അതാത് കൃഷി ഓഫീസർ വഴി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. 54 പഞ്ചായത്തുകളിലേക്കായി ജില്ലയിലെ 5 സർക്കാർ ഫാമുകളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ചെണ്ടുമല്ലി തൈകളും വാടാമല്ലി തൈകളുമാണ് വിതരണം ചെയ്തത്. 16 ലക്ഷം രൂപ അടങ്കൽ തുകയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കിയത്. മികച്ച നേട്ടമാണ് ജില്ലയിൽ വിവിധ യൂണിറ്റുകൾ ചെണ്ടുമല്ലി കൃഷിയിൽ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ UP ശോഭ, കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V സീന, വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM സബിത, ഷനോജ് മാസ്റ്റർ, കുറുമാത്തൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ TP പ്രസന്ന ടീച്ചർ, P ലക്ഷ്മണൻ, C സനിത, പഞ്ചായത്ത് അംഗം K ശശിധരൻ, തളിപ്പറമ്പ് ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ B സുഷ, കുറുമാത്തൂർ കൃഷി ഓഫീസർ KK അമൃത എന്നിവർ പങ്കെടുത്തു. ഭൂഗർഭ ജലനിരപ്പ് അനുദിനം താണുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. സെമി ക്രിട്ടിക്കലിൽ നിന്നും അത്യന്തം അപകടകരമായ ക്രിട്ടിക്കൽ സ്ഥിതിയിലേക്ക് നടന്നെടുക്കുകയാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ കർശന നടപടികൾ വേണമെന്നും ആവശ്യമുയർന്നു. ഭൂഗർഭ ജല വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം സെമി ക്രിട്ടിക്കൽ ഘട്ടത്തിലാണ് പാനൂർ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകൾ. ഇത് ഏറെ ഗൗരവത്തോടെയും അത്യന്തം പ്രാധാന്യത്തോടെയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സെമി ക്രിട്ടിക്കൽ അവസ്ഥയിൽ നിന്ന് ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് ഏത് സമയവും മാറാം എന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും ഇത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും ഹരിത കേരളം നവകേരള മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈസിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് സംഭവിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല.
ചിലപ്പോൾ ഇലക്ഷനിടയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ക്രിട്ടിക്കലാവുമെന്ന് പേടിയിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് വിശദാംശങ്ങളിലും പറയാം. അപ്പോൾ അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഇതിന് മറ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് സാങ്കേതികം ഒന്നും പറയാത്തത് മറ്റു കാര്യങ്ങൾ ഉണ്ട് ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ വീടിൻ്റെ മുമ്പിലെ റോഡിൽ ചെറിയ താൽക്കാലിക തടയുണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലെ കിണർ റീചാർജ് ചെയ്തത് തെറ്റാണെങ്കിൽ ചെയ്യാതെയാണ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വിളിച്ചു പറയാൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സമ്മർദ്ദ നിമിത്തം റീചാർജ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ വീടുകൾക്കെല്ലാം പോകണം അല്ലേ, റീചാർജ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇല്ലാതെ ബോധ്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധപ്പെടുത്തണം. ഈ റീചാർജ് ചെയ്യുന്ന ഇത്രയും വലിയ വീട് എടുക്കാൻ പറ്റുന്ന ആളൊക്കെ റീചാർജ് ചെയ്യുന്നു, ചെറിയ വീടാണെന്ന് വിട്ടേ. അല്ലാതെ നിർബന്ധമായും നമ്മൾ സാമൂഹ്യ അതിനൊന്നും പൈസ വേണ്ടത്. ഒരു മൊബൈൽ എടുത്തിട്ട് ഞാനെന്തിനെ വലിയ എന്തിനാ. ക്രിട്ടിക്കൽ ഘട്ടത്തിലേക്ക് കടന്നാൽ കാർഷിക നിർമ്മാണ മറ്റ് അനുബന്ധ പ്രവൃത്തികൾക്ക് തടസ്സമാകും. വീട്ടുകിണറുകളിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് പോലും നിയന്ത്രണമുണ്ടാകും. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കിണർ റീചാർജ് പോലുള്ള പദ്ധതികൾ നിർബന്ധമാക്കണമെന്നും ഹൈഡ്രോളജി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു, ഭൂഗർഭ ജലവകുപ്പ് ജൂനിയർ ഹൈഡ്രോളജിസ്റ്റ് ജസീറ എന്നിവർ പറഞ്ഞു. ഈ ഒരു പ്രവർത്തനങ്ങൾ, അതായത് ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം. അതായത് അത്രയ്ക്കും സെമി ക്രിട്ടിക്കൽ എന്നുള്ളത് ഇപ്പം ചില ഡാറ്റകൾ തന്നെ പൂർണ്ണമായി നൽകാതെ അത് നിർത്തിയിരിക്കുകയാണ്. അതായത് ശരിക്കുള്ള ഡാറ്റ ഗ്രൗണ്ട് വാട്ടറിന് കൊടുക്കുകയാണെങ്കിൽ അത് ക്രിട്ടിക്കലിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രൗണ്ട് വാട്ടറിലെ ജില്ലാ ഓഫീസറുടെ അറിയിച്ചത്. അപ്പൊ അത് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് നമ്മുടെ പാനൂർ ബ്ലോക്കിന്റെ പരിധിയിലാണ്. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണിന്റെ ഘടനയായിരിക്കാം അത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ആയിരിക്കാം, നമ്മുടെ ജലസാന്ദ്രത കൂടിയതായിരിക്കാം, നമ്മുടെ ജല ഉപയോഗം വർദ്ധിച്ചതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും ഈ ഒരു പ്രവർത്തനങ്ങളുമായി നവകേരള മിഷൻ മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷന് 70% കുറവാണെങ്കിൽ സേഫ് ആയിട്ടുള്ള കാറ്റഗറിയാണ് വരിക. 70 to 90 വരുമ്പോഴാണ് സെമി ക്രിട്ടിക്കൽ എന്നുള്ള ഇതിൽ വരിക. അപ്പോൾ 90 to 100 വരികയാണെങ്കിൽ ക്രിട്ടിക്കൽ ആണെന്നുള്ള സ്റ്റേജാണ്. എബോവ് 100 വരുമ്പോഴാണ് ഓവർ എക്സ്പ്ലോയിറ്റഡ്. ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും ഇല്ല. പക്ഷെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ കേരളത്തിൽ 3 ബ്ലോക്കാണ് ഉള്ളത്. ഒന്ന് കാസർഗോഡ്, ചിറ്റൂര്, മലമ്പുഴ. യോഗം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ഉദ്ഘാടനം ചെയ്തു. പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി ഡി തോമസ് സ്വാഗതം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷന് കീഴിൽ വരുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ബയോകെമിസ്ട്രിയുടെ നേതൃത്വത്തിൽ ദേശീയ കോൺഫറൻസ് ബയോവിഷൻ 2025 സംഘടിപ്പിച്ചു. ലബോറട്ടറി മേഖലയിലെ നൂതന ആശയങ്ങളും സംയുക്ത ശ്രമങ്ങളും എന്ന വിഷയത്തിൽ തലശ്ശേരി പേൾവ്യൂ ഹോട്ടലിലാണ് ക്യാമ്പ് നടന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലബോറട്ടറി മെഡിസിൻ മേഖലയിലെ വിദഗ്ധർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ കോൺഫറൻസിൽ പങ്കെടുത്തു. ദേശീയ സെമിനാർ ആരോഗ്യ മേഖലയിലെ അഡീഷണൽ ഡയറക്ടറും കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം പീയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ഇത് വളരെ നന്നായി പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ സഹകരണ മേഖല അതൊന്നും ചില പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന അഭിപ്രായപ്പെടുന്നില്ല. പലരും മനുഷ്യനല്ലേ, ചില പരാജയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏറെക്കുറെ കേരളത്തിന്റെ സഹകരണ മേഖല ഒരുപക്ഷെ രാജ്യത്തിന് പ്രപഞ്ചത്തിന്റെ നന്മകൾക്ക് പോലും മാതൃകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ പ്രവർത്തിക്കുന്ന സഹകരണ മേഖല ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. അതിൻ്റെ മേഖലകളിൽ പല കാര്യങ്ങൾക്ക് പോകാറുണ്ട്. മാത്രമല്ല സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല. നേരത്തെ മേഡം പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റൊരു സമൂഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഭംഗിയായി ഇടപെടുന്നുണ്ട്. അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്, കടപ്പാടുകളാണ്. നല്ല കാര്യം. വിദ്യാഭ്യാസ രംഗത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ഞാൻ 10-40 വർഷങ്ങൾക്ക് മുമ്പ് ബിരുദം എടുത്ത ആളാണ്. വൈദ്യബിരുദം മാത്രമല്ല, അതിൻ്റെ ബിരുദാനന്തര ബിരുദവും പല ബിരുദവും കരസ്ഥമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പെത്തോളജി തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ, അധ്യാപകരാണ് നിങ്ങൾ. ഞാൻ ബയോകെമിസ്ട്രി നോക്കുമ്പോൾ ഹാർപ്പേഴ്സ് റിവ്യൂ ഓഫ് ബയോകെമിസ്ട്രി, ഗൈനോമെട്രിയോളജി, മൈക്രോബയോളജി പ്രൊഫസർ ജയറാം മണിക്കരും അനന്തരാമനും ഒക്കെ എഴുതിയ പുസ്തകങ്ങളും ഞാൻ എൻ്റെ മുമ്പിലുണ്ട്.
ആദ്യമായി ഞാൻ മൈക്രോബയോളജിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസർ ജയറാം പണിക്കർ മധുര മൈക്കോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി എന്നോട് സംസാരിച്ചു. മധുര മൈക്കോസിസ്, മധുരയിൽ കാണുന്ന മൈക്കോസിസ് ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചായിരുന്നു അദ്ദേഹം മെഡിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ ക്ലാസ് മുറിയിൽ എന്നോട് ആദ്യമായി സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിന് സംസ്കൃതത്തിൽ എന്ത് പദമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തിൽ മധുര മൈക്കോസിസിലെ പാദവാത്മീകം എന്ന് പറഞ്ഞിരുന്നു, കുറ്റുവരെ. അങ്ങനെയാണ് ഇതിനെ പാദവാത്മീകം, കാലിൽ കുറ്റു വരുന്ന ഒരു അസുഖം. അങ്ങനെ അതിന് പിൽക്കാലത്ത് മധുരയിൽ ഇതിനെ കൂടുതൽ കണ്ടപ്പോൾ മധുര മൈക്കോസിസ് എന്ന് രൂപകരണം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ പേരിട്ട് വിളിച്ചു. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് ചെയർമാൻ കെ ലതിക അധ്യക്ഷയായി. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ VT സജി സ്വാഗതം പറഞ്ഞു. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ MD C മോഹനൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K വേലായുധൻ, ഡെവലപ്മെന്റ് ഓഫീസർ ജിജു ജനാർദ്ദനൻ, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലെ പ്രധാന അധ്യാപകരായ നിതിൻ ഷാദ്, D പ്രവീണ, ഡോക്ടർ കവിത MK എന്നിവർ സംസാരിച്ചു. ബയോവിഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ KV കവിത നന്ദി പറഞ്ഞു. ലബോറട്ടറി മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതുമകളുടെ പ്രായോഗിക പ്രയോഗം, സഹകരണ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു. ലബോറട്ടറി മെഡിസിനിൽ ഭാവിയിൽ ആവശ്യമായ ഗവേഷണ സഹകരണ സാധ്യതകളെക്കുറിച്ചും ദേശീയ സെമിനാർ ചർച്ച ചെയ്തു. ഗവേഷണ വിദ്യാർത്ഥികളുടെ പ്രബന്ധാവതരണവും നടന്നു. തലശ്ശേരി നഗരമധ്യത്തിലെ ബാങ്ക് കെട്ടിടത്തിന് മുകളിൽ ചെണ്ടുമല്ലി കൃഷിയിൽ നേട്ടം കൊയ്ത് തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക്. 4ാം ഘട്ട ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നാളെ വൈകിട്ട് 4-ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. മണ്ണിൽ ഒരു തളിര്, മനസ്സിന് ഒരു കുളിര് എന്ന പേരിലാണ് തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 2 തവണ പച്ചക്കറി കൃഷിയും കഴിഞ്ഞ ഓണത്തിനും ചെണ്ടുമല്ലി കൃഷിയും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. 4ാം ഘട്ടത്തിൽ ഓണത്തിനായി 300 ചെടിച്ചട്ടികളിലാണ് തികച്ചും ജൈവ രീതിയിൽ ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. മികച്ച നേട്ടമാണ് ഇത്തവണയും ബാങ്ക് കൈവരിച്ചിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി PV ജയൻ, ജീവനക്കാരായ ജോർജ് ജെയിംസ്, KK മഞ്ജുഷ, K റീജ, N ഷാനവാസ്, KE സിനാൻ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വവും പരിചരണവും നൽകിയത്. 4ാം ഘട്ടത്തിലും നല്ല വിളവ് ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണിവർ. തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് 4ാം തവണയാണ് ബാങ്കിൻ്റെ മട്ടുപ്പാവിൽ വിവിധങ്ങളായിട്ടുള്ള കൃഷി നടത്തി വരുന്നത്. ഈ ഓണത്തിന് വിളവെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 300 ചെടിച്ചട്ടികളിൽ ചെണ്ടുമല്ലി കൃഷിയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ചെണ്ടുമല്ലി പൂവിട്ട് വർണ്ണാഭമായി തീർന്നിരിക്കുക. വിളവെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ചെണ്ടുമല്ലി തൈകൾക്കിടയിൽ മാവേലിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ബാങ്ക് ഒരുക്കിയിട്ടുണ്ട്. സെൽഫി പോയിൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് ശേഷം, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-ന് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ A അശോകൻ അധ്യക്ഷനാകും. നമ്മൾ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയും ഇവിടെ നടത്തുകയുണ്ടായി. എല്ലാത്തിനും നല്ല വിളവ് നമുക്ക് ലഭിക്കുകയുണ്ടായി. തികച്ചും ജൈവ രീതിയിലാണ് ഈ കൃഷി നടത്തി വരുന്നത്. കഴിഞ്ഞ വർഷം ഓണത്തിന് കൃഷിവകുപ്പ് ഒരുക്കിയ കാർഷിക ചന്തയിൽ ബാങ്കിൻ്റെ വിഷരഹിത പൂക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും സെൽഫി പോയിന്റിന് ശേഷം നമുക്ക് പൂക്കൾ വിൽപ്പന നടത്താനുള്ള ഒരു ശ്രമം ആലോചിച്ചിട്ടുണ്ട്. പൂകൃഷിയുടെ വിളവെടുപ്പും സെൽഫി കോർണറിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ബാങ്കിന് മുൻവശത്ത് നടക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് A അശോകൻ അധ്യക്ഷനാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ധർമ്മടം സൗത്ത് ലോക്കൽ കമ്മിറ്റി ധർമ്മടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും വിശദീകരണ പൊതുയോഗവും നടത്തി.
ബ്രണ്ണൻ കോളേജ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് ശംഖുസ്മാരക പരിസരത്ത് സമാപിച്ചു. ധർമ്മടം സ്റ്റേഷൻ വികസനത്തിന്റെ പേരിൽ കാൽനടയാത്രക്കാരെയും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കുന്ന റെയിൽവേ നടപടിയിൽ പ്രതിഷേധിച്ചും ധർമ്മടം റെയിൽവേ സ്റ്റേഷനിൽ ചിറക്കുനി ധർമ്മടം ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും CPIM ധർമ്മടം സൗത്ത് ലോക്കൽ കമ്മിറ്റി ധർമ്മടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും വിശദീകരണ പൊതുയോഗവും നടത്തി. ബ്രണ്ണൻ കോളേജ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് ശംഖുസ്മാരക പരിസരത്ത് സമാപിച്ചു. CPIM പിണറായി ഏരിയ കമ്മിറ്റി അംഗം T. അനിൽ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിന് മുൻകൈ എടുക്കേണ്ടവർ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മിതിക്ക് വേണ്ടി ചുമതലയുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം നിർവഹിക്കാൻ സന്നദ്ധമാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ കൊടുക്കുമ്പോൾ ആ നിവേദനത്തെ അടിസ്ഥാനപ്പെടുത്തി അണ്ടർപാസ് നിർമ്മിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനോട് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള നിലക്ക് യോജിച്ച ഒരു മീറ്റിംഗ് ഔപചാരികമായിട്ട് വിളിച്ചു ചേർത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്തെല്ലാം ഭാഗങ്ങൾ ചെയ്യണം, സംസ്ഥാന ഗവൺമെന്റ് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ നല്ല തീർച്ചമൂർച്ചയോടുകൂടി വ്യക്തതയോടുകൂടി അണ്ടർപാസിന്റെ നിർവഹണത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. PM പ്രഭാകരൻ അധ്യക്ഷനായി. ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, P. ജനാർദ്ദനൻ, കാരായി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അടിപ്പാത വരുന്നതോടെ പ്രദേശവാസികൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകും. ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ദേശീയപാതയുമായി ബന്ധപ്പെടണമെങ്കിൽ പ്രദേശവാസികൾക്ക് ചിറക്കുനി ടൗൺ വഴി മീത്തലെ പീടികയിൽ എത്തിച്ചേരണം. ഇത് സമയനഷ്ടവും ദൂരം കൂടുതലുമാണ്. അടിപ്പാത നിർമ്മിക്കുന്നതോടെ ഈ പ്രശ്നത്തിനും പരിഹാരമാകും. കാലങ്ങളേറെയായുള്ള ഈ ആവശ്യം റെയിൽവേ പരിഗണിക്കണമെന്നാണ് CPIMന്റെ ആവശ്യം. യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ ഓണാഘോഷ പരിപാടി തലശ്ശേരി നഗരസഭ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ആഘോഷിച്ചു. തലശ്ശേരി നഗരസഭ ബഡ്സ് സ്കൂളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ബഡ്സ് സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളിൽ വേണ്ടുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് വർഷാവർഷങ്ങളിൽ വരുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ മെന്റലി അതുപോലെ തന്നെ ശാരീരികമായി ഡെവലപ്പ് ആവുന്നതിന് വേണ്ടിയുള്ള പല മെഷീനറികളും ബന്ധപ്പെട്ട അനുമതിയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ അവരുടെ പ്രായോഗിക ജീവിതത്തിന് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഘടകം. അപ്പോൾ എന്തായാലും ഇവിടെ യങ്സ്റ്റേഴ്സ് ഈ പ്രാവശ്യത്തെ ഓണം നടപ്പിലാക്കാൻ വേണ്ടി അവർ സജീവമായിട്ട് പങ്കെടുക്കുന്നു. മുഴുവൻ ഭാരവാഹികളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ വളരെ നമ്മുടെ പൊതുസമൂഹം ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ വൈകല്യമുള്ളവരെന്നല്ല പറയുന്നത്, ഭിന്നശേഷിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ശേഷി കൂടുതലുള്ളവരാണ് ഇവർ. അപ്പോൾ അങ്ങനെ വൈകല്യമുള്ളവരായി കാണുന്നതിന് പകരം നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നവരായി നമ്മുടെ സമൂഹത്തിനെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഗിലാബ് അധ്യക്ഷനായി. നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിക്കും താഴ്ക്കടകളിൽ നിന്ന് വന്നത് തന്നെ പറയണം. നമ്മളെല്ലാം ഭാഗ്യവന്മാരാണ്. കാരണം ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷെ എന്നാൽ ആ കുട്ടികളാണ് ഇന്നത്തെ ഭാഗ്യവതികൾ. രക്ഷാകർത്താക്കൾക്ക് എല്ലാം അറിയാം. ഈ ബഡ്സ് സ്കൂളിൽ ഞാൻ വരുന്ന സമയത്ത് 3 കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് 28 കുട്ടികളായി വർദ്ധിപ്പിച്ചു. വാഹനമുണ്ട്, എല്ലാ സൗകര്യം എന്തെല്ലാം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിനുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിവിടുത്തെ കുട്ടികൾ പല കലാപരിപാടികളിലും മത്സരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ പല കവിത പാടിയിട്ടുള്ള കുട്ടി വരെയുണ്ട്. വാർഡ് കൗൺസിലർ റാഷിദ ടീച്ചർ, മുനിസിപ്പൽ കൗൺസിലർ N. അജേഷ്, നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ, യങ്സ്റ്റേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് ഹംസ കേളോത്ത്, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ, വൈസ് പ്രസിഡന്റ് MC മനോജ് കുമാർ, സെക്രട്ടറി M. മുഹമ്മദ് ഫസീഷ്, ഡോക്ടർ ഫാത്തിമ നഷ്വ എന്നിവർ സംസാരിച്ചു. മെമ്പർ സെക്രട്ടറി ഹരി പുതിയില്ലത്ത് സ്വാഗതവും ബഡ്സ് അധ്യാപിക PP അർച്ചന നന്ദിയും പറഞ്ഞു.
യങ്സ്റ്റേഴ്സ് ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചും യങ്സ്റ്റേഴ്സ് അൻസാറിന്റെ നേതൃത്വത്തിൽ ബച്ചൻ അഷ്റഫ്, PP റഫീഖ്, ഷാഫി ജാസ് തുടങ്ങിയ ഗായകരുടെ കലാവിരുന്നൊരുക്കിയും വിവിധ കലാപരിപാടികളും നടന്നു. മാധ്യമപ്രവർത്തകൻ PM അഷ്റഫ്, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ശൈലജ, റിട്ടയർഡ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമാൻഡന്റ് അനിരുദ്ധൻ, തലശ്ശേരി ASI റഫീഖ്, ഫയർ ആൻഡ് റെസ്ക്യൂ പാനൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CV ദിനേശൻ, അബ്ദുൽ അസീസ് നാലുവയൽ, അക്ബർ ലുലു, അബ്ദുൾ റഷീദ് വെസൽ പാലസ് എന്നിവർ അതിഥികളായി. സെക്രട്ടറി വികാസ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ PO, യങ്സ്റ്റേഴ്സ് അസ്ലം കാര്യത്ത്, KK ഫൈസൽ, PV ജമാൽ, മുഹമ്മദ് റാഫി K, അബ്ദുൾ റഷീദ് MB, നൌഫൽ പയേരി, നൌഷർ, VK മുഹമ്മദ്, സരുൺ, N രാജേഷ്, ഷബീർ കരിമ്പാനം, EK അനിരുദ്ധ് എന്നിവർ നേതൃത്വം നൽകി. വിലക്കയറ്റം തടയാൻ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും സർക്കാർ സബ്സിഡിയോടെ ഓണച്ചന്തകൾക്ക് തുടക്കമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ചമ്പാട് സഹകാരി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന് കീഴിൽ 3ഇടങ്ങളിൽ ഓണച്ചന്തകൾ ആരംഭിച്ചു. അരി, പച്ചരി, നേരിയരി, വെളിച്ചെണ്ണ, ധാന്യവർഗ്ഗങ്ങൾ ഉൾപ്പെടെ 14 സാധനങ്ങൾ സബ്സിഡി അടക്കം 1656 രൂപയ്ക്ക് ഓണച്ചന്തയിൽ ലഭിക്കും. മീത്തലച്ചമ്പാട്, താഴച്ചമ്പാട്, ചുണ്ടങ്ങാപ്പൊയിൽ എന്നിവിടങ്ങളിലെ 3 ശാഖകളിലും ഓണച്ചന്ത ആരംഭിച്ചിട്ടുണ്ട്. മീത്തലച്ചമ്പാട് സ്റ്റോറിൽ നടന്ന ആദ്യ വിൽപ്പന സ്റ്റോർ പ്രസിഡന്റ് T ഹരിദാസും, താഴച്ചമ്പാട് സ്റ്റോറിൽ നടന്ന ആദ്യ വിൽപ്പന K ലീല ടീച്ചറും, ചുണ്ടങ്ങാപ്പൊയിൽ സ്റ്റോറിൽ നടന്ന ആദ്യ വിൽപ്പന ഡയറക്ടർ K ഹരിദാസും നിർവഹിച്ചു. ഇതിനു പുറമെ ദിനേശിൻ്റെ 999 രൂപയുടെ ഓണക്കിറ്റും ലഭ്യമാണ്. 21 സാധനങ്ങളടങ്ങിയ 1300 രൂപ വില വരുന്ന സാധനങ്ങൾ ദിനേശിൻ്റെ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാട്ടർ ATM പ്രാവർത്തികമായി. പഞ്ചായത്ത് ഓഫീസിന് സമീപമായി സജ്ജീകരിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. 1 രൂപ നാണയം നിക്ഷേപിച്ചാൽ 1 ലിറ്റർ വെള്ളവും 2 രൂപ നാണയമിട്ടാൽ 2 ലിറ്റർ വെള്ളവും ലഭിക്കുന്ന തരത്തിലാണ് വാട്ടർ ATMന്റെ സജ്ജീകരണം. 5 ലക്ഷം രൂപ ചെലവിലാണ് ATM സ്ഥാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന വാട്ടർ ATMമാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഏതായാലും ഈ ATMൽ ലഭ്യമാണ്. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രവർത്തനം മുന്നോട്ട് വരുമ്പോൾ കോട്ടയം ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെതായ പ്രവർത്തനം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന 10 ദിവസമായി നമ്മളെ പ്രേരിപ്പിക്കുന്ന രോഗമാണ് അമേരിക്ക ഇവിടുത്തെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കണം. എങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്നത് കുടിവെള്ളമാണ്. മാലിന്യങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ഗർഭത്തിലും ഇവിടെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ശുദ്ധീകരിച്ച വെള്ളം
കുടിക്കുക എന്നതാണ്. ഏറ്റവും നല്ല വെറ്റിനറിയോട് കൂടിയ ശുദ്ധീകരിച്ച വെള്ളമാണ് നമുക്ക് ഇതിലൂടെ വിതരണം ചെയ്യപ്പെട്ട ഈ എത്തിയിലൂടെ നമുക്ക് ലഭിച്ചത്. കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. എം പി ദിലീപ് കുമാർ, പി ജിഷ, പി സജിത തുടങ്ങിയവർ സംസാരിച്ചു. കരിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. പുതുശ്ശേരി മുക്കിൽ KP മോഹനൻ MLA ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. കരിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലൊരുക്കിയ ഓണച്ചന്ത KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവുമാണ്. ഓണം നാളിൽ ഓണം എങ്ങനെ കഴിച്ചുകൂട്ടണമെന്ന് ചിന്തിക്കുന്നവരായിട്ടുള്ളവർ ഒരുപാടുണ്ടാകും. അന്ന് ഇവരൊന്നും തന്നെ പുറത്ത് കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ, സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ സർക്കാർ നന്നായിട്ട് ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ നടപടികളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളും അതുപോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ തരുന്നു. ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിലെ സിവിൽ സപ്ലൈസിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുക. നാളെ മുതൽ എല്ലാ മണ്ഡലങ്ങളിലും വിപണന മേളയുടെ സിവിൽ സപ്ലൈസിന്റെ വിപണന മേളയുടെ ഉദ്ഘാടനം നടത്തുക. കൂത്തുപറമ്പിലാണ് കൂത്തുപറമ്പിൽ വെച്ചാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ വിപണനം. അപ്പൊ എല്ലാ മണ്ഡലത്തിലും നടക്കുമ്പോൾ ആ മണ്ഡലത്തിലൊക്കെ തന്നെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യമാണ് കൈവരിക്കാൻ പോകുന്നത്. ബാങ്ക് പ്രസിഡന്റ് EK മനോജ് അധ്യക്ഷനായി. പാഞ്ഞൂർ നഗരസഭാ കൗൺസിലർ KK മിനി ആദ്യ വിൽപ്പന നടത്തി. ബാങ്ക് സെക്രട്ടറി TP പ്രമീള, നഗരസഭാ കൗൺസിലർമാരായ CK സജില, MP ശ്രീജ, CPM കരിയാട് ലോക്കൽ സെക്രട്ടറി KP ചന്ദ്രൻ, PK രാജൻ, PK പത്മനാഭൻ, B രവീന്ദ്രൻ, CK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആളുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആളുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode.
ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. വാർത്തകൾ തുടരുന്നു. കരിയാട് പള്ളിക്കുനി അമ്പലപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തു. വിളവെടുപ്പ് ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. കരിയാട് പള്ളിക്കുനി അമ്പലപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തു. വിളവെടുപ്പ് പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോൾ തന്നെ മനസ്സിന്റെ അകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് മനസ്സിന്റെ അകത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കീർണതകളും ആകുലതകളും ആശങ്കകളും ഒക്കെയുള്ള ജീവിതമാണ് നമ്മുടെയൊക്കെ. പക്ഷെ ഇവിടെ വന്നിറങ്ങി ഈ ഒരു സുന്ദരമായ ഈ ഒരു പൂവിന്റെ തോട്ടം കണ്ടപ്പോ നമ്മുടെ മനസ്സിന്റെ അകത്ത് എല്ലാം അങ്ങ് മാറിപ്പോയി. നമ്മളിപ്പോ ഇന്ന് വിളവെടുപ്പ് നടത്തിയാല് ഇതൊരു ശൂന്യമായ സ്ഥലമായി മാറും എന്നുള്ളതുമുണ്ട്. പക്ഷെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പലപ്പറമ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അതിന്റെ ഏറ്റവും ഒരു ബഹുസ്വരത കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങുമാണ് ഇവിടെ. ഞാനിപ്പോ ഇറങ്ങി വരുമ്പോൾ തന്നെ സത്യത്തിൽ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ളൊരു പ്രാർത്ഥന, നമ്മുടെ കാൽപാദങ്ങൾ ഈ മണ്ണിലേക്ക് വെക്കുമ്പോൾ വിഷ്ണു പത്നി നമസ്തവ്യം എൻപാദം പൊറുക്കണേ, നമ്മൾ ഓരോ ആളുകളെയും പ്രാർത്ഥന ആ രീതിയിൽ ഈ മണ്ണിന്റെ അകത്തേക്ക് കാല് വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഭൂമിയോട് പറയുന്നത്, എന്റെ പാദത്തിന്റെ ഭാരം അത് ഈ മണ്ണിലേക്ക് വെക്കുകയാണ്, പൊറുക്കണേ എന്നുള്ള ഒരു അത്രമാത്രം ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളൊക്കെ ഈ മണ്ണിലേക്ക് ഇറങ്ങിയത്. TK ബാബുരാജ് അധ്യക്ഷനായി. KK അശോകൻ സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ഫൗസിയ, TK ഹനീഫ, KK മിനി, ശോഭ കുന്നുള്ളതിൽ, TH നാരായണൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കൗൺസിലർ KK മിനി ആദ്യ വിൽപ്പന നടത്തി. ക്ഷേത്ര ഭാരവാഹി രഞ്ജിത്തിന്റെയും മാതൃസമിതി അംഗം ഉഷയുടെയും നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. പൊന്നം സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ആരംഭിച്ച ഓണച്ചന്തയ്ക്ക് തുടക്കമായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്തയ്ക്ക് തുടക്കമായി. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് ഓണച്ചന്ത ആരംഭിച്ചത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു.
വലിയ പ്രചരണങ്ങളൊക്കെ നടത്താനുള്ള ശ്രമം ആളുകൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. യാഥാർത്ഥ്യം തന്നെയാണ്, ചില സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചു. പക്ഷേ അത് കേരളത്തിന് മാത്രം പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ഉടനീളം പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്കാവശ്യമായിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള സാധനം നമുക്ക് പുറത്തു നിന്നാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും ബാധിക്കും. ഇന്ധന വില വർധന ഉൾപ്പെടെയുള്ള പല കാരണങ്ങളും ഇതിന് ഘടകവും കൂടിയാണ്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ടുള്ള ഓണം ഉൾപ്പെടെയുള്ള ഒരു അവസരത്തിൽ ആ വിലക്കയറ്റം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊതുവിപണിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ആഘോഷങ്ങൾക്ക് അവരുടെ സന്തോഷത്തിനൊരു തടസ്സമുണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുവിതരണ സംവിധാനങ്ങളെല്ലാം തന്നെ സബ്സിഡി സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ബാങ്ക് പ്രസിഡന്റ് PV സന്തോഷ് അധ്യക്ഷനായി. സെക്രട്ടറി M റീജ സ്വാഗതം പറഞ്ഞു. 20ഓളം സാധനങ്ങളാണ് പൊതുവിപണിയേക്കാളും വിലക്കുറവിൽ ഓണച്ചന്ത വഴി നൽകുന്നത്. പൊന്നം ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കുണ്ടുചിറ, 4 മൈൽ, ചാടാലപ്പുഴ ബ്രാഞ്ചുകളിലാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുവളർത്തിയ ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ അശോകൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുവളർത്തിയ ചെണ്ടുമല്ലിപ്പൂവ് വിളവെടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ അശോകൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാകായിക പരിപാടികളും നടന്നു. PTA കമ്മിറ്റിയെയും ഉൾപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയും പൂക്കളവും ഒരുക്കി. പരിപാടികൾക്ക് M ജിഗിഷ, സജിത, PK സിമിന, രജിന, KV ഉഷ, NK ഷീബ, പ്രതിഭ, VP നാണു, റീമ എന്നിവർ നേതൃത്വം നൽകി. അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്നിതുപോലെ തടിയൊന്നുമില്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. മൂലക്കടവ് മയ്യഴി ഗവൺമെന്റ് LP സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. പൊതു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും പാലിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. മാഹി വിദ്യാഭ്യാസ മേലധ്യക്ഷ MM തനൂജ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. വോട്ടിംഗ് പ്രക്രിയ, ബാലറ്റ് പേപ്പർ, ബാലറ്റ് ബോക്സ്, മഷിപുരട്ടൽ, സ്വകാര്യ വോട്ടിംഗ് അടക്കം പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. K രൂപശ്രീ പ്രിസൈഡിംഗ് ഓഫീസറും വിദ്യാർത്ഥികൾ പോളിംഗ് ഓഫീസർമാരുമായി. മുൻ നഗരസഭാംഗം KV മോഹനൻ കുട്ടികൾക്ക് ബാലറ്റ് പേപ്പർ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിലെ ഒരു ഇലക്ഷൻ ഇവിടെ നടക്കുകയാണ്, കുട്ടികളുടെ ലീഡർ തെരഞ്ഞെടുപ്പിൽ. ഇത് ഒരു കുട്ടിക്കൊരു പാഠത്തിനും അതുപോലെ തന്നെ അറിവിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്കൂൾ ലീഡേഴ്സിന് തിരഞ്ഞെടുക്കുന്നത്. വളരെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചടങ്ങ് ഉണ്ടായിട്ടില്ലെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ വോട്ടിങ് ശരിയായ ഒരു ഇലക്ഷൻ പർപ്പസിന് കൂടിയാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര് വിളിക്കുക, ആ വൗച്ചർ ഒപ്പിടുക, ബാലറ്റ് പേപ്പർ വാങ്ങുക, ഫീൽ ചെയ്യുക, ബോക്സിലിടുക. വളരെ നല്ലൊരു മാതൃകയാണ് ഈ കുട്ടിക്ക് ഇവിടുത്തെ അധ്യാപകന്മാർ കാണിച്ചു കൊടുത്തത്. അത് ഭാവിയിൽ വളരെയേറെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനാധ്യാപകൻ B ബാലപ്രദീപ് അധ്യക്ഷനായി. M വിദ്യ സ്വാഗതം പറഞ്ഞു. M രന്യ, അക്ഷയ അശോകൻ, VK ചന്ദന, MK പ്രീത, ശ്യാംലി പുരുഷോത്തമൻ, ഗിനീഷ് ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ.
ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും നമ്മുടെ ഭാരതമാണ്. അപ്പോൾ ജനാധിപത്യ പ്രക്രിയ നമുക്കറിയാം. ഇന്ന് +2 പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും വോട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വിദ്യാലയത്തിൽ വെച്ച് തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഒരു ജനറൽ ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുക അതിൻ്റെ അതേ തലങ്ങളോടുകൂടി ഘട്ടങ്ങളോടുകൂടി സ്കൂൾ ഇലക്ഷൻ എന്നത് ആസൂത്രണം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ മാഹി വിദ്യാഭ്യാസ മേഖല ലഭിച്ച ശ്രീമതി എം തനൂജ ടീച്ചർ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ചാർജുള്ള എനിക്ക് കൈമാറിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതിനുശേഷം നോമിനേഷൻ സമർപ്പിക്കുകയും അതിൻ്റെ സ്ക്രൂട്ടിനിയും ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സുള്ള സ്ഥാനാർത്ഥികൾക്ക് കുട്ടികളോട് അസംബ്ലിയിൽ തങ്ങൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും ഉള്ള അവസരങ്ങളിലൂടെ ഒരുക്കിയിരുന്നു. കുട്ടികൾക്കെല്ലാം സ്ഥാനാർത്ഥികൾക്കെല്ലാം കൃത്യമായ തെരഞ്ഞെടുപ്പ് ചിഹ്നവും നൽകിയിട്ടുണ്ട്. ബാലറ്റ് അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചാലക്കര കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് 2ാം വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ചാലക്കര കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് 2ാം വാർഷികാഘോഷ പരിപാടികൾ രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കിസ്വ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 2ാം വാർഷികമാണ് ഇവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനകം തന്നെ പല നല്ല പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരെ ഏത് തരത്തിൽ സഹായിക്കണം എന്നുള്ളത് തീരുമാനം കമ്മിറ്റി മുമ്പാകെ എടുക്കുകയും ആ കമ്മിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഒരു ചാരിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ ചാരിറ്റി സ്ത്രീകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് തന്നെ തീർച്ചയായും വളരെ നല്ല സന്തോഷകരമായിട്ടൊരു കാര്യമാണ് എന്നിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായി ഏറെ പരാതിയുള്ള അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ നമ്മുടെ ഈ ചാലക്കര പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണ് ജീവിതവുമായി മുന്നോട്ട് പോകാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ഭക്ഷണമായും പുസ്തകങ്ങളായും ഫീസായും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നതിൽ. കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് റഹീം മുനീസ അധ്യക്ഷയായി. PMA ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ വേറെ ഒരാളുടെ സങ്കടം കണ്ട് നമ്മൾ കരഞ്ഞാൽ അത് പുണ്യകർമ്മമാണ്. ഇതാണ് വ്യത്യാസം. മറ്റൊരാളുടെ സങ്കടം കണ്ട് നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, നമ്മുടെ മനസ്സൊന്ന് നൊന്താൽ, വേദനിച്ചാൽ ഇത് പുണ്യകർമ്മമാണ്. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസാഖ് മുഖ്യാതിഥിയായി. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കാസിനോ P മുസ്തഫ ഹാജി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു PA ലത്തീഫ്, കനിബ് മഹ്മൂദ് എന്നിവർ സംസാരിച്ചു. സഹായധന വിതരണവും സമ്മാനദാനവും നടന്നു. കിസ്വ സെക്രട്ടറി ഷാഹിദ കമറുദ്ദീൻ സ്വാഗതവും KK ഫൗസിയ നന്ദിയും പറഞ്ഞു. എലീസിയം ലൈബ്രറി തൂവക്കുന്ന് മിനി സ്റ്റേഡിയം സ്റ്റേജ് ഉദ്ഘാടന അനുബന്ധ പരിപാടിയായി ഓണവില്ല് ചിത്രകാര സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ ചിത്രകലാ അധ്യാപകൻ A സത്യനാഥ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എലീസിയം ലൈബ്രറി തൂവക്കുന്ന് മിനി സ്റ്റേഡിയം സ്റ്റേജ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഓണവില്ല് ചിത്രകാര സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ ചിത്രകലാ അധ്യാപകൻ A സത്യനാഥ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ജീവിച്ച് പോരുന്നു വരയുകയും മറ്റ് കലാപ്രവർത്തനങ്ങൾ. അത് മാത്രമല്ലേ ഒരു വിപ്ലവത്തിലെ പാട്ടുകൂടി പാടിക്കൊണ്ട് ഇത് വിഷമാവോ? അത് വിപ്ലവത്തിൽ ഇവിടെ രാഷ്ട്രീയമില്ല എന്നതാണ്. ഇവിടെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. എന്റെ മനസ്സിലൊരു ടീച്ചിങ് ദൈവങ്ങളുണ്ട്. ഞാൻ പാട്ട് പാടാം. ഇതൊന്നും ആരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു നാളെ ഞങ്ങൾക്കായി നാടിനൊരു എല്ലാം മറന്ന് ധീരനായി
കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. MP ബാലൻ, സുരേഷ് കണ്ണൻ, പവിക്കോയോട്, ടി പ്രദീപൻ, സുരേഷ് ബാബു വിളക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു. ഹമേഷ് മുരളീധരൻ സ്വാഗതവും സി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചിത്രകാരന്മാരായ സുരേഷ് കണ്ണൻ, പവിക്കോയോട്, സുരേഷ് ബാബു, ഹമേഷ് മുരളീധരൻ, റബിന, ടി പ്രദീപൻ, NP ബിജു, നിയ, CP റിജിൽ, സുമോദ്, KP സൂര്യ, ജീവൻ രാജ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ചേർന്ന JRC കാഡറ്റുകൾക്കായി സ്കാർഫിംഗ് സെറിമണി നടത്തി. ഹൃദയപൂർവ്വം പദ്ധതി ഉദ്ഘാടനവും നടന്നു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഫോണിലേക്കായി മാറി. മലയാളം മാസം അറിയോ? അറിയാം. കുറേ ശ്രാവണിൽ അറിയാമെന്നാ പറയുന്നത് അല്ലേ? അപ്പോൾ കുറേ അറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ ഭക്ഷണം ഇല്ലാതെ ഒരവസ്ഥ വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഭക്ഷണം ഇല്ലാതെ ഒരവസ്ഥ വരുമ്പോൾ അവരെ സഹായിക്കാൻ ആര് വേണം? JRC അല്ലേ? അതിൻ്റെ വിശാലത, നമ്മളെ സമൂഹത്തെ തിരിച്ചറിയാനുള്ള വിശാലത ഉള്ള മനസ്സിൻ്റെ ഉടമകളായി JRC കേഡറ്റുകൾ മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ? സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട്. വാർഡംഗം NP സജിത അധ്യക്ഷയായി.
JRC രാമവിലാസം യൂണിറ്റിന്റെ സ്വാന്തന പരിപാടിയായ ഹൃദയപൂർവ്വം പദ്ധതി JRC കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോർഡിനേറ്റർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ മുഹമ്മദ് കീത്തേടത്തിനെ ആദരിച്ചു. പ്രധാനാധ്യാപിക സ്മിത സ്വാഗതവും സജിത ടീച്ചർ നന്ദിയും പറഞ്ഞു. സ്കൂൾ മാനേജർ കെ പ്രസീദ് കുമാർ, PTA പ്രസിഡന്റ് KTK പ്രദീപൻ, ഉദയൻ മാസ്റ്റർ, ശ്രീഹരി മാസ്റ്റർ, മൃദുൽ മാസ്റ്റർ, നവിഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി ഗൃഹ സന്ദർശനവും നടത്തി. തലശ്ശേരി MES ഭാവ റെസിഡൻഷ്യൽ സ്കൂളിൽ കുട്ടികളുടെ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. ദേശീയ സ്പോർട്സ് ദിനത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഹോക്കി ഇതിഹാസമായ ധ്യാൻചന്ദിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച മാരത്തൺ സ്കൂൾ പ്രിൻസിപ്പൽ നൂറി പി റഫീഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. UT സജാദ്, KK സുനിൽ, PC എബ്രഹാം, A ലീന, KC ദൃശ്യ, VK സോണിയ, H ഇനാട്ടോ, GC ജയ എന്നിവർ നേതൃത്വം നൽകി. തെരുവിൽ കഴിയുന്നവർക്ക് ഉച്ചഭക്ഷണം നൽകി തലശ്ശേരി സിറ്റി ലയൺസ് ക്ലബ്ബ്. പ്രസിഡന്റ് ദീപേഷ് പാറായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ദീപേഷ് പാറായി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ അനീഷ്, സതീഷ്, ജനീഷ്, ലീല, വിജുല, പ്രകാശൻ, കനകൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം സംഘടിപ്പിക്കും. ആഗസ്റ്റ് 30, 31 തീയതികളിലാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം സംഘടിപ്പിക്കുന്നു. 17 വർഷത്തിന് ശേഷം നടത്തുന്ന അഷ്ടമംഗല പ്രശ്നം ആഗസ്റ്റ് 30, 31 തീയതികളിൽ നടക്കും. മുഖ്യ ദൈവജ്ഞൻ ജ്യോതിഷരത്നം B സോമൻ പണിക്കർ ഓരിയാണ്. സഹദൈവജ്ഞൻ K ശശിധരൻ പണിക്കർ തൃക്കരിപ്പൂരും. ആഗസ്റ്റ് 30 രാവിലെ 9 മണിക്ക് അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കും. എല്ലാം കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയതിന് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ആ ദേവിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ ഭാവി ശ്രേയസ്സിനും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകുന്നതിനും പ്രത്യേകിച്ച് ഈ ദേവിയുടെ എല്ലാവിധ അനിഷ്ടതകളും മാറി നല്ല നിലയിലെത്താനും വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ സ്വർണ്ണപ്രശ്നം. ആയതിന് എല്ലാവരും സഹകരിക്കണം. എല്ലാവരും വേണ്ട പോലെ വന്ന് ഈ പ്രശ്നത്തിൽ പങ്കെടുത്ത് ഇതിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഇതിൽ യോജിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യ സേവനങ്ങളുടെ പുതിയ അധ്യായവുമായി യുണൈറ്റഡ് ഹെൽത്ത് മാർട്ട് ഫാർമസി പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ച ഫാർമസിയുടെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം യുണൈറ്റഡ് ഹെൽത്ത് മാർട്ട് ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് മാർട്ടിൽ ആരോഗ്യ പരിപാലനത്തിനുള്ള ജനറൽ മരുന്നുകൾ, സ്കിൻ കെയർ, ഹെയർ ആൻഡ് ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ, വെറ്റിനറി മരുന്നുകൾ, വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണ സാമഗ്രികൾ,
തുടങ്ങി സമഗ്രമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹോം ഡെലിവറി സംവിധാനവും ആരംഭിച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇതിലൂടെ മുതിർന്നവർക്കും സ്ഥിരം മരുന്നുപയോഗിക്കുന്ന രോഗികൾക്കും മരുന്നുകൾ നേരിട്ട് വീട്ടിലെത്തും. വിലക്കുറവിലും ഗുണമേന്മയിലും വിശ്വാസ്യത ഉറപ്പുവരുത്തി ഉപഭോക്തൃ സൗഹൃദമായ സേവനം ഇവിടെ ലഭ്യമാകും. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ണർമാരായ അബ്ദുൽ ഗഫൂർ, AP സജ്ജാദ്, മുഹമ്മദ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പന്ന്യന്നൂർ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും കോടിയേരി ഗണപതി വിലാസം ബേസിക് സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപകനുമായ TE അപ്പുക്കുട്ടി നമ്പ്യാർ നിര്യാതനായി. പരേതയായ വാലിശ്ശേരി രത്നവല്ലിയാണ് ഭാര്യ. V ജ്യോതിലക്ഷ്മി, V സഞ്ജീവ് കുമാർ, രാധിക, സതീഷ് കുമാർ എന്നിവർ മക്കളും T അരവിന്ദൻ, കൃഷ്ണദാസ് കല്യാട്ട്, ദീപ എന്നിവർ മരുമക്കളുമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം എന്നീ ചുമതലകളിലും ശ്രീ തട്ടാരത്ത് ഭഗവതി ക്ഷേത്രം മനേക്കര ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, രക്ഷാധികാരി എന്നീ ചുമതലകളിലും KSSPU പെൻഷനേഴ്സ് യൂണിയൻ പന്ന്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ്, KAPT യൂണിയൻ തലശ്ശേരി മുൻ സബ് ജില്ലാ പ്രസിഡന്റ്, പന്ന്യന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആദ്യ രൂപമായ ഐക്യനാണ്യ നിധിയുടെ ഡയറക്ടർ, പന്ന്യന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി, NSS നെടുമ്പ്രം കരയോഗം മുൻ പ്രസിഡന്റ് എന്നീ വിവിധ ചുമതലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നിയം നായനാർ റോഡിൽ വീടിന് തീപിടിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം. ഭൂഗർഭ ജലനിരപ്പ് അനുദിനം താണുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ കർശന നടപടികൾ വേണമെന്ന ആവശ്യം. ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി വിളവെടുത്തു. ജില്ലയിലെ 54 പഞ്ചായത്തുകളിലേക്കായി 5 സർക്കാർ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച 1,84,615 ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.